ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വി ആർ ഓഫ് ടു കോയമ്പത്തൂർ ഗൈസ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ലൈവ് നോക്കിക്കൊണ്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ പ്രമോൻ്റെ അകത്ത് ജാസ്മിൻ്റെ എന്തോ ഒരു ലൈക്ക് പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ പ്രമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ അത് കണ്ടിട്ട് ബാക്കി പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഉണ്ടല്ലോ അട്ടർ ഫ്ലോപ്പാണ്. അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പാണ്. നിങ്ങൾ ബിഗ് ബോസ് ഹൗസ് എന്ന് മാറ്റിയിട്ട് ജാസ്മിൻ ജാഫർസ് ഹൗസ് എന്നാക്കുന്നതായിരിക്കും ബെറ്റർ. ബാക്കിയുള്ള ആൾക്കാർ അവിടെ പൊരി വിൽക്കാനാണോ ഇരിക്കുന്നത്? നിങ്ങൾ ബിഗ് ബോസ് ആരെയൊക്കെയാണ് നിങ്ങൾ ഈ മണ്ടന്മാരാക്കുന്നത്? നിങ്ങളുടെ ഷോ 3 കോടി ആൾക്കാർ കാണുന്നു, 4 കോടി ആൾക്കാർ കാണുന്നു എന്ന് പറയുന്നു. ഈ 4 കോടി ആൾക്കാരെയും നിങ്ങൾ മണ്ടന്മാരാക്കുന്നല്ലേ ഉള്ളത്? പിന്നെ ഇവളെപ്പോഴും മൈക്ക് ധരിക്കാൻ മറക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം ഈ വാർണിംഗ് കൊടുക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ജിൻഡോ വന്നിട്ട് മൈക്ക് ധരിക്കാൻ പറയുമ്പോൾ പോടർക്ക് അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് അഗെയിൻ ജാസ്മിൻ മൈക്ക് ധരിക്കുക എന്ന് പറയുന്ന സമയത്ത് ജിൻഡോ അവിടെ തൂക്കി വിളിക്കുന്നത്. അതൊക്കെ ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മക്കളെ നാടകീയമായ രംഗങ്ങളാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. എന്താ ചെയ്തത്? ഞാൻ മുന്നേയും പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഏതെങ്കിലും സംവിധായകന്മാരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മണിച്ചിത്രത്താഴ് 5 or 6 എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ജാസ്മിൻ എന്ന് പറയുന്നത്. അത്ര കിടിലനായിരുന്നു ഇന്നത്തെ ആക്ടിങ് എന്ന് പറയുന്നത്. ഡൂഡും സിബിനൊക്കെ കൂടി എന്തൊക്കെയോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ലൈക്ക് ഗെയിമിലേക്ക് ഡൂഡ് വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ കൺസെഷൻ റൂമിലേക്ക് നോർമലി 1-2 ആൾക്കാരൊക്കെയാണ് വിളിക്കുന്നത്. ജാസ്മിൻ്റെ കേസ് വന്നപ്പോൾ ഒരു മോറൽ സപ്പോർട്ടർ അപ്സര ആൻഡ് റസ്മിൻ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റസ്മിനെ കെട്ടിപ്പിടിച്ച് പിന്നെ നമ്മുടെ കൺസെഷൻ റൂമിൽ കിടന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഗബ്രി ഇല്ലാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഗബ്രി മിണ്ടാണ്ട് എനിക്ക് പറ്റുന്നില്ല. സോ ദ എൻറ്റയർ ഡ്രാമ വാസ് ടു ഗബ്രി മിണ്ടാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നുമില്ല. കാരണം ഗബ്രി ഇപ്പം ജാസ്മിനെ അങ്ങനെ മൈൻഡ് ചെയ്തില്ല മീൻസ് ചിലപ്പം ഞാൻ കാരണമാവാം ആ കുട്ടി ഡൗൺ ആവുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞല്ലോ ലാലേട്ടൻ ഗബ്രി കാരണമാണോ ഡൗൺ ആവുന്നതൊക്കെ ചോദിച്ചല്ലോ. സോ അതങ്ങനെ ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഗബ്രീൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ആളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ജാസ്മിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നാടകീയമായ രംഗങ്ങളൊക്കെ ഏറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗബ്രി ഒബ്വിയസ് ആയിട്ടും വന്നിട്ട് മിണ്ടും എന്ന് ജാസ്മിൻ അറിയാം. കാരണം ഈ ഇത്ര ദിവസം കൊണ്ട് ജാസ്മിൻ എന്തായാലും ഗബ്രീനെ പഠിച്ചു കഴിഞ്ഞു. എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഗബ്രി ഭയങ്കര സീരിയസ് ആണ് ടു ദിസ് റിലേഷൻഷിപ്പ് എന്നാണ് ഈ ഒരു സംഭവത്തിൽ മനസ്സിലായിട്ടുള്ളത്. കാരണം തല കറങ്ങി വീഴുന്നതും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് വളരെ ജെന്യുവിനായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഡ്രാമയാണോ എന്നറിയില്ല. ജാസ്മിൻ്റെ എനിക്ക് ഒരിക്കലും അത് ജെന്യുവിനായിട്ട് തോന്നിയിട്ടില്ല. കാരണം ആൾക്കാരുടെ കണ്ണിൽ ഇനിയിപ്പം പൊടിയും മണലും എന്താണെന്ന് വെച്ചാൽ എല്ലാം വാരിയിടൽ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ഒരു 100 days അല്ലെങ്കിൽ 19 days കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വരണം. എപ്പോഴും ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ കുത്തിരിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതൊക്കെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഭയങ്കരമായിട്ടുള്ള നാടകീയമായിട്ടുള്ള രംഗം അതിനകത്ത് അരങ്ങേറിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ അതിൻ്റെ പേര് ഗബ്രീനെ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ കൊടുക്കാന്ന് പറയുന്നത് ബിഗ് ബോസിനാണ് മനസ്സിലായിട്ടുണ്ട് ജാസ്മിൻ്റെ അഭിനയമാണെന്ന്. ബിഗ് ബോസ് പറയുന്നുണ്ട് ജാസ്മിന് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരുന്നാലോ അല്ലെങ്കിൽ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാലും ശരിയാവുന്നൊക്കെ. പിന്നെ അപ്സര പറയുന്നുണ്ട് ജാസ്മിൻ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു റൂമിലോ അങ്ങനെ നിൽക്കട്ടെ, നമ്മളാണ് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്? ഈ പറയുന്ന ആരൊക്കെയാണോ ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി അല്ലെങ്കിൽ ഒരു ഇത് കിട്ടുന്നത്, ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, അവർ 100% ഈ ഷോനെ കുറിച്ചിട്ട് കഴിഞ്ഞ എല്ലാ സീസണും കുത്തിയിരുന്ന് ഉറക്കമില്ലാണ്ട് കണ്ടിട്ടായിരിക്കും അതിനകത്ത് പോകുന്നത്. സോ ദേ നോ ഇതിൻ്റെ അകത്ത് സ്ട്രെസ് ഉണ്ടാവും, മെന്റൽ പ്രഷർ ഉണ്ടാവും, മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതൊക്കെ അവർക്കറിയാം. നിങ്ങൾക്ക് ബാക്കി ആർക്കും കൊടുക്കാത്ത ഒരു കൺസെൻട്രേഷൻ ജാസ്മിന് മാത്രം കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങ് സമ്മതിക്കണം. ബിഗ് ബോസ് സമ്മതിക്കണം. കാണുന്ന ആൾക്കാരെ വെറും മണ്ടന്മാരാക്കരുത്. കപ്പ് ജാസ്മിനാണ്, ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു, കപ്പ് ജാസ്മിനാണ്. നിങ്ങളിത് വെറുതെ സീരിയലൊക്കെ കാണുന്ന പോലെ ഞങ്ങൾ കുറച്ച് ഗെയിമും അതുപോലെ തന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സും വെക്കും, അത് കണ്ടുപോവുക എന്നുള്ളത് പറയണം. ഏഷ്യായിട്ട് നാണമാവുന്നില്ലേ നിങ്ങൾക്ക്? ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എന്താ വെറും മൊണ്ണകളോ അതിനകത്തിരിക്കുന്നത്? ജാസ്മിന് മാത്രം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, പിന്നെ അത് നാടകമാണെന്ന് ബിഗ് ബോസിന് പറയാം. നിങ്ങളുടെ തിരിച്ചുള്ള മറുപടികളിൽ നിന്ന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആൾക്കാർക്കുണ്ട്. ഓക്കെ, എന്തായാലും ജാസ്മിനെ സൈക്കാട്രിസ്റ്റിനെ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. വാട്ട് എവർ, ഗബ്രി മിണ്ടാൻ വേണ്ടിയിട്ടുള്ള ജാസ്മിൻ്റെ അതിഗംഭീരമായ നാടകത്തിൽ
അതിഗംഭീരമായ നാടകത്തിൽ വിജയിച്ചിരിക്കുന്നു. ഗബ്രി മിണ്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും ഇവരുടെ ഈ ആത്മാർത്ഥ പ്രണയം മൊട്ടിട്ട് പൂവായി അതൊരു മരമായി അതിൽ കുറെ കായായി വലിയൊരു മരമായി മാറട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് അഫ്സലാണ് ജാസ്മിനെ ഫോഴ്സ് ചെയ്തത്, അല്ലെങ്കിൽ അഫ്സലിനായിരുന്നു ജാസ്മിനെ ഇഷ്ടം, ജാസ്മിൻ അല്ല. അത് ഇപ്പോഴാണ് ജാസ്മിൻ മനസ്സിലാക്കുന്നത് അഫ്സൽ അല്ല ജാസ്മിൻ്റെ ലോകം, അല്ലെങ്കിൽ അങ്ങനെയാണ്. നിങ്ങൾ വിവിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഫ്സൽ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ 7-8 മാസം റിലേഷൻഷിപ്പിലായിരുന്നു. ജാസ്മിൻ്റെ ഒരൊറ്റ നിർബന്ധപ്രകാരമാണ് എൻഗേജ്മെന്റ് ആയതെന്നുള്ളത്. ഒരു റിലേഷൻഷിപ്പിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു കല്യാണം, എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ ഒരു സ്റ്റെപ്പാണ്, മുന്നോടിയായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതിലേക്ക് കൊണ്ടെത്തിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ഇയാളുടെ കൂടെയാണ് എനിക്കിനി ജീവിക്കേണ്ടത് അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ടത് എന്നുള്ള ബോധമില്ലാത്ത ഒരാളും എൻഗേജ്മെന്റിന് ഫോഴ്സ് ചെയ്യില്ല. സോ ഇതിലേക്ക് വെറുതെ അഫ്സലാണ് ഇവളുടെ പിന്നാലെ പോയത്, അഫ്സലിനാണ് ഇവളെ ഇഷ്ടം, അല്ലെങ്കിൽ അഫ്സൽ ഒരു മൊണ്ണ ആണ്, ഓക്കെ അല്ല എന്നല്ല, അങ്ങനെ ആണ് നിങ്ങൾ വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, ജാസ്മിനെ ന്യായീകരിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാരെ കമന്റ് കണ്ടിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ അഫ്സലിന് റിപ്ലൈ കൊടുക്കുമായിരിക്കും ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളും ആരെയാണ് ഇഷ്ടം എന്നുള്ളതും രണ്ടുപേർക്ക് എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നുള്ളതും എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഇഷ്ടമല്ല. കാരണം ഒരാളോട് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരാളെ കാണുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ടോ അല്ലെങ്കിൽ ഇയാളായിരുന്നോ ബെറ്റർ എന്ന് തോന്നില്ല. നമുക്ക് എപ്പോഴും ആ ആൾ തന്നെയാണ് ബെറ്റർ, ആ ആളാണ് പെർഫെക്റ്റ്, ആ ആളാണ് നമ്മുടെ ലോകം. ഓക്കെ, അങ്ങനെയാണ് അല്ല ബ്രോ? യാ.